ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കൊണ്ടുള്ള ഒരു വെറൈറ്റി ഡിഷാണ്. അപ്പോൾ സാധാരണ ചിക്കൻ കറിയൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ ഈ ഒരു ഡിഷ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും കുബൂസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഇതൊരു അടിപൊളി കോമ്പിനേഷനാണ്. ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വെറൈറ്റി കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാനിവിടെ 1/4 കിലോ എല്ലില്ലാത്ത ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും 3 ടേബിൾ സ്പൂൺ തൈരുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അതിൽ നോക്കിയാൽ മതി. ഇനിയിപ്പോൾ എല്ലില്ലാത്ത ചിക്കൻ പീസ് നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എല്ലുള്ള ചിക്കൻ പീസ് എടുത്താലും ഒരു കുഴപ്പമില്ല. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് സമയമുണ്ടെങ്കിൽ ഒന്ന് വെക്കണത് നല്ലതാണ്. അപ്പോൾ ഇനി പാനൊന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ചിക്കൻ പീസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് കുക്കാക്കി എടുക്കുക. ഈ ഒരു കറി നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ കറിയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ പാനിൽ നിന്നും എടുത്ത് മാറ്റാം. ഞാൻ വളരെ കുറച്ച് ഓയിലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു ചാർക്കോളിൻ്റെ പീസ് കത്തിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിന് പകരം ഒരു ചിരട്ടയുടെ കഷ്ണം കത്തിച്ചിട്ട് അത് വെച്ച് കൊടുത്താലും മതി. ഇനി ഇതൊരു ബൗളിൻ്റെ നടുവിലായിട്ട് ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ചാർക്കോൾ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതൊരു സ്മോക്കി ടേസ്റ്റ് വരാനായിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഉടനെ തന്നെ ഒരു ലിഡ് കൊണ്ട് ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി സെയിം പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം പൊട്ടിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 2 സവാള, ഒരു 2 തക്കാളി, ഇതെല്ലാം വലിയ പീസുകളായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 10 എടുക്കാം. ഒരു 2 ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു 10 അണ്ടിപ്പരിപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. ഇനി 1 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നാൽ ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ: 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇനി സാധാ മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് 2-3 മിനിറ്റ് കൂടെ ഇതൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കുക. തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ അരച്ചെടുക്കുക. ഇനി സെയിം പാനിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ബട്ടറിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ മസാല പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു 3 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വലിയ പണിയൊന്നുമില്ല. ഇതുപോലെ കാണുമ്പോൾ നമുക്ക് നല്ല പണിയുണ്ടെന്ന് തോന്നും. പക്ഷേ ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് വറ്റിച്ചെടുക്കാനായിട്ട്. അതല്ലെങ്കിൽ നമ്മുടെ മേലൊക്കെ ഇത് തെറിച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 5-10 മിനിറ്റ് ഒന്ന് ഇത് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഈ ഒരു ഗ്രേവിയിലേക്ക് നമുക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി സ്മോക്കി ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചിക്കൻ ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം സെയിം രീതിയിൽ ഈ കറി ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കസൂരി മേത്തിയാണ്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ 2 പൊടികളും ലാസ്റ്റിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കസൂരി മേത്തി എന്തായാലും നമ്മൾ ഈ ഒരു കറിയിൽ ചേർത്ത് കൊടുക്കണം. അതാണ് ഈ ഒരു കറിയുടെ സ്പെഷ്യൽ ടേസ്റ്റ്. അപ്പോൾ ഇനി പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കറി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.